ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. എല്ലായിടത്തും മഴ തന്നെയാണ്, ഇപ്പോഴത്തെ അവസ്ഥ അതാണല്ലോ. അപ്പോൾ ഞാനിന്ന് ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാച്ചിട്ടാണ്. അപ്പോൾ ഇതായി ഇറങ്ങിപ്പോകുന്ന സ്ഥലം എൻ്റെ സുഹൃത്തിൻ്റെ സതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടാണ്. അതുപോലെ തന്നെ ഇത് രാമേട്ടൻ്റെ വീടാണ്. അതുപോലെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇത് ഉണ്ണി ദ്വാരക കട ഉള്ള ഒരാളാണ്, ഫാൻസി കടയുള്ള ഒരാളാണ്. നമ്മുടെ സുഹൃത്താണ്. അവൻ്റെ കൂടെ ഒരുപാട് ഞാൻ പണ്ട് പണിക്ക് പോയിട്ടുള്ള ഒരാൾ. ഇന്നിപ്പോൾ അവർ മുതലാളിമാരൊക്കെ ആയിട്ടാണ് നല്ല സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. ഇത് അരിയനപ്പാട്ടത്തേക്കുള്ള ഉണ്ണിയുടെ വീടിൻ്റെ അതിനുള്ള വഴിയാണ്. ഞങ്ങൾക്ക് ഇതല്ല ശരിക്കുള്ള വഴി. ഞങ്ങളിപ്പോൾ വാടക വീട്ടിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ പണ്ട് വീട്ടിൽ നിന്ന് ഷോർട്ടായിട്ട് എളുപ്പ വഴി എന്നുള്ള ലെവലിലാണ് ഈ പാടം കടന്ന് പോകാറ്. ഇത് അരിയനപ്പാടാണ് കേട്ടോ. ഈ പാടത്ത് ശരിക്കും എൻ്റെ ജീവിതമുണ്ട്. കാരണം ഇതിലെല്ലാ കണ്ടങ്ങളിലും ഞാൻ കൊയ്തിട്ടുണ്ട്, ഞാറ് നട്ടിട്ടുണ്ട്, കളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാറ് പറയും, അതുപോലെ കൊയ്ത്തും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള പാടമാണ് കേട്ടോ. അതുപോലെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ പാടത്തിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് എനിക്കുണ്ട്. കാരണം കുട്ടിയാവണ കാലത്ത് തന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് കളിക്കലും, അതുപോലെ തന്നെ അമ്മ പണിക്ക് പോകുന്ന സമയത്ത് പാടത്ത് വരമ്പത്ത് വന്നിരിക്കും. അമ്മയ്ക്ക് രാവിലെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊരു പങ്ക് എനിക്ക് കിട്ടും. അന്നൊക്കെ പട്ടിണിയുള്ള കാലമാണല്ലോ. അമ്മ രാവിലെ നേരത്തെ വരും, അടിച്ചു വരാനൊക്കെ പോയി വന്നതിന് ശേഷം, തറവാടുകളിലൊക്കെ അടിച്ചു വരാൻ പോയി വന്നതിന് ശേഷം പിന്നെ ഈ പാടത്ത് പണിക്കിറങ്ങും. അങ്ങനെ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാനിവിടെ വരും. അമ്മയ്ക്ക് കിട്ടിയ ഭക്ഷണം, തമ്പുരാൻമുട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടാണ് പോവുക. ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഈ പാടം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതം തന്നെയാണ്. കാരണം കരയാനും ചിരിക്കാനും പാടാനും സങ്കടങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ഈ അരിയാനിപ്പാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്, ആരും എനിക്കൊരു കൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും, ഇവിടുത്തെ ഓരോ പുല്ലിനും, ഇവിടുത്തെ ഓരോ വരമ്പിനും, ഇവിടുത്തെ ഓരോ കണ്ടങ്ങൾക്കും ഒക്കെ എൻ്റെ വേദനകളും എൻ്റെ നെടുവീർപ്പുകളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സങ്കടങ്ങളും ഒക്കെ അറിയാം കേട്ടോ. കാരണം അത്രമാത്രം അറ്റാച്ച്മെൻ്റായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണത്. ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഇവിടെ ഞാൻ ചിലവഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ വഴികളും കാണാപ്പാടാണ്. ഏത് ഇരുട്ടത്ത് കണ്ണ് കെട്ടി വിട്ടാൽ പോലും ഞാൻ ഈ സ്ഥലത്ത് കൂടെ വരും. ഇത് ഈ കാണുന്ന കണ്ട കൈതപ്പൊന്തകൾ, പണ്ട് ഒരുപാട് കൈതപ്പൂക്കളുണ്ടാവുന്ന ഇതാണ് കേട്ടോ. ഇന്നൊക്കെ അവസ്ഥ മാറി. അന്നൊക്കെ കുളം കാണാനൊക്കെ നല്ല ഭംഗി. ഇത് അരിയാനിക്കുളത്തിൻ്റെ കരയാണ് കേട്ടോ. ഈ അരിയാനിക്കുളത്തിൻ്റെ കരയിൽ അന്ന് ഒരുപാട് കൈതകളും അതേപോലെ കൈതപ്പാമ്പുകളൊക്കെ ഉണ്ട്. നല്ല വാസന വരുന്ന കൈതപ്പൂകൾ പൊട്ടിക്കാനൊക്കെ വരും. ഇതിലാണ് രാവിലെ വന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ വന്ന് കുളിച്ചിട്ടാണ് പോവുക. അതുപോലെ വൈകുന്നേരം വന്നതിൽ തന്നെ കുളിക്കുക, ഇവിടെ നിന്ന് മീൻ പിടിക്കാനും മറ്റും കാര്യങ്ങൾക്കായിട്ട്. ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ ഈ കുളം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ എന്തായാലും പണ്ട് ഒരുപാട് ആൾക്കാരുടെ കൈമറിഞ്ഞ് വന്നാണ്. പണ്ട് കൃഷ്ണാണ്ടാരുടെ സ്ഥലമായിരുന്നത്, പിന്നീട് വേറെ ആരോ വാങ്ങി. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉണ്ണിയുടെയൊക്കെ ദ്വാരകക്കാരുടെയൊക്കെ സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്, പടിഞ്ഞാറക്കാർ. അപ്പോൾ ഇതാണ് അരിയനിക്കുളം. ഇവിടെയാണ് ശരിക്കും ജീവിതം നട്ടിരിക്കുന്നത് എൻ്റെ. കാരണം ഇതിൽ കൂത്താടിയും കളിച്ചും ചിരിച്ചും മുടിയും പാഞ്ഞും മൂങ്ങാൻ കുഴിയിട്ടുമൊക്കെ നീന്തിയും ഒക്കെ ഉള്ളൊരു കാലമുണ്ട്. ഇതിൽ നിറച്ച് താമരപ്പൂക്കൾ ഉണ്ടാവുമായിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത്. അതൊക്കെ പറിക്കാൻ വേണ്ടി പോകും. എത്രയോ തവണ ഞാൻ ചെളിയിൽ പൊതിഞ്ഞ് പോയിട്ടുണ്ട്. വളരെ കുട്ടിക്കാലത്ത് തന്നെ നീന്തൽ പഠിച്ചത് ഈ കുളത്തു നിന്നാണ്. കണ്ടില്ല എന്തൊരു ഭംഗിയൊക്കെ കാണാൻ. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഭാഗത്ത് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ കണ്ടങ്ങളിലൊക്കെ ഒരുപാട് കൊയ്ത്തും മെതിയും കാര്യങ്ങളും അതുപോലെ ഞാറും ഒക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. നല്ല വിള കിട്ടിയിരുന്നൊരു കാലം. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ ആരും അങ്ങനെ കൃഷി ഇറക്കാനൊന്നും തയ്യാറാവുന്നില്ല. നഷ്ടക്കച്ചവടമാണെന്ന് അറിയുന്നത് കൊണ്ടാണ്, പിന്നെ പണിക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടും, പിന്നെ അതിനേക്കാളും ലാഭമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് കിടക്കുന്നത്. എന്തായാലും എൻ്റെ നാടിനെയൊക്കെ ഒന്ന് കാണിച്ചു തരിക എന്നുള്ള വെച്ചിട്ടാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയും എൻ്റെ പ്രദേശങ്ങളെ ഒരുപാട് കാണിക്കാനുണ്ട്, ഒക്കെ തീർച്ചയായിട്ടും കാണിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. എൻ്റെ ജീവിതം ഒരുപാട് ചിലവഴിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. സങ്കടം പറയാനും കരയാനും ഒറ്റയ്ക്കിരിക്കാനും പാടാനും പറയാനൊക്കെ എനിക്ക് കിട്ടിയിരുന്നൊരു സ്ഥലമാണ്. ഇന്നിപ്പോൾ ഒന്നും ആ വഴിക്കൊന്നും അങ്ങനെ പോക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് 2 വീലറൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ മെയിൻ റോഡ് വഴിക്കാണ് പോകാറുള്ളത്. ഇതൊരു ഷോർട്ട് കട്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങാടിയിലേക്കൊക്കെ പോകാനുള്ളൊരു ഷോർട്ട് കട്ടായിരുന്നു. ഞങ്ങളുടെ അരിയനിക്കുന്നത്ത് നിന്ന് ഇറങ്ങി ഈ പാടത്ത് കൂടെ കട്ട് ചെയ്ത് നേരെ അങ്ങാടിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ്. പക്ഷെ എന്തായാലും ഇതൊക്കെ അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒന്ന് വിഷമമുണ്ട്. കൃഷിയൊന്നും ഇല്ലാതെ വല്ലാതെ തരിശായി കിടക്കുന്നൊരവസ്ഥ. അന്നത്തെ കാലത്തൊക്കെ കാണാൻ എന്തൊരു സൗന്ദര്യമായിരുന്നു അത്. എന്തായാലും സന്തോഷം. വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.